ओके मुश्किल नहीं है, हम जाता है वो रूबल के लेके आने के लिए बोला रमित. ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഇതുപോലെ ഒരു ഇൻ്റർവ്യൂടെ അറ്റൻഡ് ചെയ്യാൻ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഈ ബസ് സ്റ്റോപ്പ് ഇല്ലാത്ത സ്ഥലമായിരുന്നു. ടാക്സി കിട്ടും, ടാക്സിക്ക് ഫെയർ കൂടുതലായതുകൊണ്ട് ഞാനെപ്പോഴും യാത്ര ബസ്സിൽ തന്നെയാണ്. ഈ നമ്മളീ കാണുന്ന ഈ ടാറിട്ട റോഡ് കാര്യങ്ങളൊക്കെ കൂടാണ്ട് ഒരുപാട് ഈ മണ്ണിട്ട റോഡുകൾ ഒരുപാട് ഏരിയയിലുണ്ട്. അപ്പോൾ ഒന്നാമത് സന്ധ്യാവാറായി, നടന്ന് കൈയും കാലൊക്കെ വേദനിച്ചിട്ട് വയ്യ. ഞാനിങ്ങനെ ഒരുപാട് വണ്ടികൾക്ക് കൈ കാണിച്ചു, ആരും നിർത്തുന്നില്ല. കാരണം നിർത്തുന്നില്ല, സന്ധ്യാവാറായി. അങ്ങനെ റോഡ് സൈഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ റോഡിൽ നോക്കി കാണാം, ഒരാളും റോഡ് സൈഡിൽ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഒരു വണ്ടികൾ കൈ കാണിച്ചു, ആരും നിർത്തുന്നില്ല. ഞാനങ്ങനെ ഒരു മനസ്താപവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ ഒരു ചേട്ടൻ വണ്ടി നിർത്തിയിട്ട് എൻ്റെ അടുത്തിട്ട് എങ്ങോട്ടാണ് പോകണേ, ലിഫ്റ്റ് വേണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ഒരു തമിഴ്നാട് സ്വദേശിയാണ്, ഒരു നല്ലൊരു അണ്ണൻ കേട്ടോ. അങ്ങനെ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ ലിഫ്റ്റ് വല്ലതും വേണോ, എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിച്ചു. നടന്നൊറ്റയ്ക്ക് എങ്ങോട്ടേ പോകണമെന്ന് ചോദിച്ചു. ഈ ദൈവം അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പോലും ഒരാളെ ദൈവം കൊണ്ട് പറഞ്ഞു വിടില്ലേ, പോയി സഹായിച്ചിട്ട് വാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞവരെ സഹായിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞു വിട്ട പോലത്തിനാണ്. അയ്യോ, ഞാനത് സ്വർഗം കിട്ടിയാലേ പോയി. ഞാൻ ചാടി വണ്ടി കയറി അണ്ണനൊക്കെ ആയിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് ഏകദേശം 26ാമത്തെ എന്തോ ഇൻ്റർവ്യൂ ആണ് കേട്ടോ. ഈ 26ാമത്തെ ഇൻ്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെന്താ ഈ 10-26 ഇൻ്റർവ്യൂ മുഴുവൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്ക് എവിടെയും കിട്ടാതെ. ഈ 26 ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഇൻ്റർവ്യൂവിന് ഇൻവൈറ്റ് ചെയ്തവർ 5-6 പേരുണ്ടുള്ളൂ. ബാക്കി നമ്മൾ ഈ ഇൻ്റർവ്യൂവിന് CV അയക്കുമ്പോൾ കമ്പനി അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ അഡ്രസ്സ് തപ്പിയിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. നമ്മൾ അങ്ങോട്ട് ചെല്ലാതെ ഈ കമ്പനീസ് നമ്മളെ വിളിക്കുന്നത് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറച്ച് ആൾക്കാരെ വിളിക്കുള്ളൂ. കാരണം ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു പരസ്യം ഒരു ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10,000 കണക്കിന് ആൾക്കാർ മെയിൽ ചെയ്യും. ഇവിടെ ഉള്ളവരും മെയിൽ ചെയ്യും, നാട്ടിലുള്ളവരും മെയിൽ ചെയ്യും. ഇവിടെ ഉള്ളവർക്ക് മാത്രമാണ് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ചെയ്തിട്ട് മാത്രമാണ് വേക്കൻസി ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും നാട്ടിലുള്ളവർ വെറുതെ മെയിൽ ചെയ്യും. അങ്ങനെ ഈ 10,000 കണക്കിന് മെയിലിൻ്റെ ഇടയിൽ നമ്മുടെ CV ഒന്നും ആരും കണ്ടെന്ന് വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ മിക്കപ്പോഴും എപ്പോഴും ഈ കമ്പനി അഡ്രസ്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ നേരിട്ട് ചെല്ലും. പിന്നെ ഈ CV ആണെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മൾ നേരിട്ട് കൊടുക്കുന്ന അത്രയും ഒരു എഫക്റ്റ് ഈ മെയിലയക്കുമ്പോൾ ഉണ്ടാവില്ല. മെയിലയക്കുമ്പോൾ ഉണ്ടാകുന്നതിന് മെയിൻ കാരണം ഇതാണ്, ഒരുപാട് പേർക്ക് ജോലി ആവശ്യമുണ്ട്, ഒരുപാട് പേര് മെയിലയക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്താലും അതിനൊരു ഫലം ഉണ്ടാവില്ല. ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ നേരിട്ട് ചെല്ലണം. അങ്ങനെ ഇന്ന് നേരിട്ട് പോയൊരു സ്ഥലമാണെന്നു സൽമാബാദ് എന്ന് പറയും. ഈ സ്ഥലത്തിന് ഒരു സൽമാബാദ് എന്നാണ്. ഇതൊരു ഇന്റീരിയർ കമ്പനിയാണ്, ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെ പോയി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവിടെ ചെല്ലുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നേരെ പോയി CV കണ്ടു കൊടുത്ത് കാര്യങ്ങൾ കഴിഞ്ഞ് മാനേജർ വരട്ടെ ഇൻ്റർവ്യൂ ആയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. സാധാരണ പതിവ് പോലെയുള്ളൊരു സ്ഥിരം ഡയലോഗ്, വിളിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അവിടുന്ന് ഇതുപോലെ തിരിച്ച് നമുക്കത് ഒത്തിരിയല്ലല്ലോ, 1-2 വേണോ, 26 കഴിഞ്ഞല്ലോ, നമുക്ക് ഒത്തിരിയാണോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എന്നാൽ ശരി ഒന്ന് നടക്കാമെന്നുള്ള തിരിച്ചിങ്ങനെ മരുന്നാക്കി. ഏറ്റവും വലിയ കുഴപ്പം ഈ ട്രാൻസ്പോർട്ടേഷനാണ്. നമുക്കിവിടെ അങ്ങനെ വല്ല പരിചയക്കാരോ അങ്ങനെ ആൾക്കാരോ ആരുമില്ല. സത്യം പറയാലോ, ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് പോലും എനിക്ക് ബഹറിനില്ലെന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ച് ഇതുപോലെ വരുന്ന വഴിയാണ് കേട്ടോ ഇൻ്റർവ്യൂ ഞാൻ തിരിച്ചു വരുന്നത്. അങ്ങനെയാണ് ഈ അണ്ണനെ കണ്ടത്. ഇപ്പോൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമൊക്കെ സൽമാബാദിൻ്റെ ഒക്കെ ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, മനാമ സിറ്റിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്നലെ ഞാൻ മുമ്പ് അയച്ച ചെറിയൊരു ഷോർട്ട് വീഡിയോ മനാമ സിറ്റി എത്തുമ്പോൾ ഉള്ള വീഡിയോ. അതിലുണ്ട് ഒരു STC ഒരു ബിൽഡിങ്, നേരത്തെ വീഡിയോ ഉണ്ടവർക്ക് അറിയാം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബുർജ് ഖലീഫയിൽ ഇങ്ങനെ ഈ ഓരോ ഹോളിഡേസിനൊക്കെ പ്രത്യേക ഡേയ്സിനൊക്കെ എല്ലാം എഴുതി കാണിക്കും. അതുപോലെ STCയുടെ അങ്ങനെ ഒരു ബിൽഡിങ് കണ്ടപ്പോൾ ഒരാഗ്രഹം, അങ്ങനെ ഒരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപാട് ഫേക്ക് ഇൻ്റർവ്യൂസും ഇവർ നടത്തും. കാരണം എന്താ വെച്ചാൽ ഈ വലിയ പേപ്പറുകളിലൊക്കെ വെച്ച് വലിയ ആഡ് കൊടുക്കും. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് 10 എഞ്ചിനീയേഴ്സിന് വേണം, 15 എഞ്ചിനീയേഴ്സിന് വേണം.
20 എഞ്ചിനീയേഴ്സിനെ വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വലിയ ആഡൊക്കെ കൊടുക്കും. കാരണം എന്താ വെച്ചാൽ അത് പുറത്തുള്ള കമ്പനിക്കാരും പുറത്തുള്ള ആൾക്കാരും കാണാൻ വേണ്ടിയിട്ടാണ്. മെയിനായിട്ട് അവർക്ക് വർക്ക് കിട്ടണം, അതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് പ്രോജക്റ്റ് വരണം. അപ്പോൾ 10 എഞ്ചിനീയേഴ്സിനും 15 എഞ്ചിനീയേഴ്സൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഓൾറെഡി 10, 40, 50 എഞ്ചിനീയേഴ്സ് ഉള്ള കമ്പനിക്കാരാണല്ലോ 10 എഞ്ചിനീയേഴ്സിനും 15 എഞ്ചിനീയേഴ്സിനൊക്കെ ഒരുമിച്ച് അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ഈ പകുതിയിൽ കൂടുതലും ഈ നെറ്റിൽ വരുന്നതും പേപ്പറിൽ കൊടുക്കുന്നതൊക്കെ പകുതിയിൽ കൂടുതലും ഈ ഫേക്ക് ആഡുകളാണ്. ഇതൊക്കെ ഇവരുടെ ഈ ഒരു ബിസിനസ് ട്രിക്കുകളാണെന്നേ. നമുക്കിതൊന്നും അറിയില്ലല്ലോ. നമ്മൾ ഇതുപോലും കണ്ടുപോലെ പരിചയമുള്ള ആൾക്കാരെല്ലാം ആണോ? നമുക്കിതൊന്നും അറിയില്ലല്ലോ. ഞാനങ്ങനെ ഈ ഇപ്പോൾ നമ്മളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഓരോ അഡ്രസ്സ് കേട്ടപ്പോൾ നമ്മൾ പോകും. ശരിക്കും ഒരു ഇൻ്റർവ്യൂവിന് സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരാൾ വിളിക്കാൻ നോക്കി നിൽക്കരുത്, നമ്മൾ അങ്ങോട്ട് കയറി ചെന്ന് പോകണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊന്നും ഈ പറഞ്ഞ പോലെ ഒരാളെ ഈ മെയിലിൽ നിന്ന് ഒരു നല്ലൊരു CV സെലക്ട് ചെയ്ത് അവർക്ക് കറക്റ്റ് ഇൻ്റർവ്യൂവിന് മെയിൽ അയക്കാനും റിപ്ലൈ ചെയ്യാനും അവർക്ക് നേരം ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു 10-15 മെയിലങ്ങ് ചെല്ലും. ഈ ഇവിടെയുള്ളവരെ മാത്രമേ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുള്ളൂ അവർ പ്രത്യേകം നോട്ട് ചെയ്ത് പറഞ്ഞാൽ നാട്ടിലുള്ളവരും, നമ്മുടെ നാടല്ല എല്ലാ നാട്ടിൽ നിന്നുള്ളവരും അവരൊക്കെ അയക്കും. എങ്ങാനും കിട്ടിയാലോ തിരിച്ച് റിപ്ലൈ വന്നാലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനും നാട്ടിൽ നിന്ന് ഒരുപാട് മെയിൽ അയച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ദൈവം സഹായിച്ച് ഇവിടെ ഒരു വേക്കൻ്റ് ഇല്ല എന്ന് പറഞ്ഞ് പോലും ഒരു റിപ്ലൈ അവർ അയച്ചിട്ടില്ല. അല്ലെങ്കിൽ ആളായിരുന്നോ ആളെ കിട്ടുന്നോ ആ മെയിൽ അങ്ങ് അയച്ചതല്ലാതെ പിന്നെ അതിനെക്കുറിച്ച് ഒരു റിപ്ലൈ ഇവിടെ ഉണ്ടായിട്ടില്ല, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ജോലി അന്വേഷിച്ച് ഒരു അറബ് രാജ്യത്തോട്ട് ഇത് ഫസ്റ്റ് ടൈമാണ്. ഒന്നാമത് നാട്ടിൽ ഉള്ള ഒരു എഞ്ചിനീയറിൻ്റെ ശമ്പളം അറിയാലോ. അത് കാരണം കൊണ്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് കയറി വന്നത്. ഇവിടെ കയറി വന്ന് ഇപ്പോൾ ഈ പറഞ്ഞത് ഇന്നത്തെ തവണ കയറിയ ഇൻ്റർവ്യൂവിലും ചെറിയ പ്രതീക്ഷ ഉണ്ട്. അത് ഇന്റീരിയർ ഡെക്കറേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെയാണ്. ഈ പാതി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഞാൻ വരുന്നതിന് 2 മാസം മുമ്പാണ് ഈ വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് ജോബ് വിസയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നുണ്ടായിരുന്നൊരു നിയമം മാറ്റിയത്. ഞാൻ വരുന്നതിന് 2 മാസം മുമ്പ് വരെ അവർക്ക് കുഴപ്പമില്ലായിരുന്നു. വിസിറ്റ് വിസയിൽ വരുന്നവർക്കൊക്കെ ജോബ് വിസയിലേക്ക് മാറായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. ഞാൻ ഇപ്പോൾ വിസിറ്റ് വിസയിൽ വന്നവർ അതുപോലെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകണം. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഇവിടെ നിന്നൊക്കെ അതിനുള്ള ജോബ് തരാമെന്ന് വെച്ചാൽ തന്നെ അവരൊരു 30 ദിവസത്തേക്ക് പേപ്പറിൽ പരസ്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് ഞാൻ പോകണം. നാട്ടിൽ പോയിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് മെഡിക്കലെടുത്ത് ഇങ്ങോട്ട് അയക്കണം. മെഡിക്കലെടുത്ത് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞ് പിന്നെ ഒരു 25 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞാലാണ് വിസ അടിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്, അങ്ങനെ 2 മാസം വരെ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള കമ്പനിക്കാർക്ക് മാത്രമേ ഈ വിസിറ്റ് വിസയിലുള്ള ആൾക്കാരെ എടുക്കാൻ പറ്റൂ. ഇനി വിസിറ്റ് വിസയിൽ വന്നിട്ട് താൽക്കാലികം ഇപ്പോൾ 3 മാസത്തെ വിസിറ്റ് വിസയുള്ളൂ. എന്നാൽ പിന്നെ 3 മാസത്തേക്ക് ഇവിടെ ജോലി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങാനും ലേബർ ചെക്കിങ്ങിലെങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ ജയിലിലും കിടക്കണം, കമ്പനിക്കും ഫൈനുണ്ട്. പിന്നെ ആജീവനാന്തം മൊത്തം എനിക്കിനി തിരിച്ച് ഈ രാജ്യത്തേക്ക് വരാൻ പറ്റില്ല. ഈ രാജ്യത്തോട്ട് വരാതിരിക്കുകയാണ് ഒന്നാമത് നല്ലത്. അത്ര വലിയ സൂപ്പറായിട്ടുള്ള സംഭവമൊന്നുമല്ല. എന്നിരുന്നതെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാലറി ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നാട്ടിലേക്കാളും ബെറ്ററാണ്. നാട്ടിലാണെങ്കിൽ ആകെ ഒരു മമ്മയുണ്ട്, മമ്മയുടെ മമ്മയുണ്ട്, ഗ്രാൻഡ്മയും എൻ്റെ മമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരൊന്നുമില്ല. ഒറ്റത്തടിയാണ്, വേറെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റത്തടിയാണ്, നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അങ്ങനെ വേറെ കൂടുതൽ ആൾക്കാരുടെ ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും വരില്ല. നേരെ ഒരു വയലറ്റ് കളറ് കിടന്ന് മിന്നണുണ്ടോ, നേരെ ആ സംഭവമാണ് കേട്ടോ. ഞാനീ പറഞ്ഞ ഇവിടുത്തെ ബഹ്റിനുണ്ടൊരു ബുർജ് ഖലീഫ എന്ന് പറഞ്ഞ സംഭവം, അതാണ്. ഒന്നുമില്ല, ഇപ്പോൾ നാളെ ഈദായതുകൊണ്ട് ഈദ് മുബാറക്ക് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. മറ്റേ ബുർജ് ഖലീഫയിലും കാണിക്കുമല്ലോ, ആ സെയിം സാധനം ഇവിടെ കാണിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ബാക്ക് ടു ദി പോയിന്റ്. അപ്പോൾ ഈ ഇവിടെ വന്ന് ഇപ്പോൾ ഞാൻ വന്നിട്ട് ഏകദേശം 45ഓളം ദിവസമായി. 45 50 ദിവസത്തിനോട് അടുപ്പിച്ചായി. ഇനി ഒരു 10-40 ദിവസം കൂടി എനിക്കിവിടെ നിൽക്കാം. എനിക്ക് ബഹ്റിനിൽ നിൽക്കാം, അതിനുള്ള വിഷയമുള്ളൂ. അതിനിടയിൽ തന്നെ ഒരു 10-26 സ്ഥലത്ത് ഞാൻ കയറി. ഈ ജോലിന് ശേഷം ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. പലരും വിളിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും വിളിക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ കൂടെ 2-3 പേര്, ഞാൻ ബോംബെയിൽ നിന്ന് അവിടെ നിന്ന് വരുന്ന സമയത്ത് എൻ്റെ കൂടെ 2-3 പേരൂടെ ഉണ്ടായിരുന്നു, വിസിറ്റ് വിസയിലുള്ള ആൾക്കാർ. അവർ ഈ നിയമം കേട്ട് എന്ത് രസമല്ലേ അങ്ങനെ കത്തുന്നതാണ്, ഈദ് മുബാറക്ക് എന്നൊക്കെ അറബിയിൽ എഴുതുന്നതും അങ്ങനെ കത്തുന്നത് കാണും.
ഇത് ഈ വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല കേട്ടോ, നേരിട്ട് കാണുന്നത് എൻ്റെ സൂപ്പർ. ഈ ബോംബെയിൽ നിന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2-3 പേരെന്ന് പറഞ്ഞാൽ അതിൽ ഈ മലയാളി ഒരു ഹിന്ദിക്കാരൻ നല്ല കമ്പനിയായിരുന്നു. ഒരാളോട് അക്ഷരം മിണ്ടാത്ത ഒരുത്തൻ, ഈ ആരോടും ഒട്ടും മിണ്ടാത്ത ഒരുത്തൻ വന്ന് ഫസ്റ്റ് വീക്കിൽ തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോയി. അവനെ വന്ന് ഈ പറഞ്ഞ പോലെ ബിസിനസ് ആണെങ്കിൽ ജോബ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോഴേ തീരെ സംസാരിക്കാത്ത ഒരുത്തൻ അപ്പം തന്നെ ഫസ്റ്റ് വീക്കിൽ തന്നെ നാട്ടിലേക്ക് പോയി. ബാക്കി ഞങ്ങളിവിടെ എന്ത് വന്നാലും പിടിച്ച് നിൽക്കും എന്നുള്ള ദൃഢപ്രതിജ്ഞയിൽ നിൽക്കും. അവരും എന്നെപ്പോലെ ഒരുപാട് സ്ഥലത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയി. എല്ലാവർക്കും എന്നെപ്പോലെ തന്നെ നിരാശ തന്നെയാണ് ഫലം. അവരും കുറച്ച് കഴിയുമ്പോൾ പോയി. ഇപ്പോൾ ഞാനും ഒരു ഹിന്ദിക്കാരനുണ്ട്, അവനും ഞാൻ ഒരുമിച്ച് സ്ഥലത്തോട്ട് റൂം എടുത്തേക്കണേ. മറ്റവർ അങ്ങനെയൊന്നുമല്ല, മറ്റവർ വേറെ സ്ഥലത്തായിരുന്നു. അതിൽ ആദ്യം നാട്ടിൽ പോയവൻ്റെ എല്ലാവരും ഇവിടെയുണ്ട്. അവൻ്റെ അമ്മാവനുണ്ട്, അമ്മായിയുണ്ട്, അവനിക്ക് റൂം റെൻറ്റ് കൊടുക്കണ്ട, ഫുഡിന് കാശ് വേണ്ട, അവൻ്റെ എല്ലാവരും ഇവിടെ ഉണ്ട്. എന്നിട്ടാണ് ആദ്യം പോയത്. അതാണ് ഈ ചിലവർക്ക് ദൈവം എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ചിലർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. ചിലവർക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും പറ ഭാഗ്യമായിരിക്കും. നമുക്കുണ്ട്, ദൈവം തരുന്നുമില്ല എന്നിട്ട് ഭാഗ്യമില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് എന്നെപ്പോലുള്ള ആൾക്കാർ കേട്ടോ. എന്നിരുന്നാലും ഇനി എന്തായാലും ഒരു 10-40 ദിവസം കൂടി ഉണ്ടല്ലോ. ഞാൻ എന്നാലും ശരിക്കും ഫൈറ്റ് ചെയ്യും. ജോബ് കിട്ടാൻ മാക്സിമം ട്രൈ ചെയ്യും. നാട്ടിലൊരു ഹോണ്ട ആക്റ്റീവ ഉണ്ടായിരുന്നതാണ്, അതുകൂടി വിറ്റിട്ടാണ് വന്നത്. അതുകൊണ്ട് ജോലി ഇല്ലാണ്ട് നാട്ടിലോട്ട് ആരും ചിന്തിക്കേ വേണ്ട. ബസ് എടുക്കും അല്ലേ? ബസ് എടുക്കണം. നമ്മളിപ്പോ മെയിൻ ബസ് സ്റ്റാൻഡിലോട്ടാണ്. നീ എന്തോടെയാണ് പോയി തന്നെ? ബാങ്ക് അവിടെയാ. ആണോ? നിങ്ങൾ ആക്കാൻ വേണ്ടി ഇവിടെ വരും. സോറി മാൻ. അത് കുഴപ്പമില്ല. അയാളെ പറഞ്ഞു കേട്ടായിരുന്നോ? അയാള് വേറൊരു വഴിക്ക് പോകേണ്ട ഒരാളാണ്. അയാൾ എന്നെ ആക്കാൻ വേണ്ടി വന്നതാണെന്ന് അയാളെ പറഞ്ഞു. ഇയാളെ ദൈവം വിട്ടതല്ല എന്നല്ലാണ്ട് പിന്നെ വേറെ എന്താ ഞാൻ പറയണ്ടേ? ഞാൻ ആ ക്യാപ്ഷൻ കൊടുത്ത് കറക്റ്റല്ലേ? അയാളെ ദൈവം തന്നെ വിട്ടതല്ലേ? ഈ നമ്മുടെ നാട്ടിലെ പോലെയൊന്നും അല്ല കേട്ടോ. ഇവിടുന്ന് ഇപ്പോൾ മറ്റൊരു വഴി അങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ചാടി കയറി പോയാൽ മതി. ഇതാണ് ഈ ചെറിയ ട്രക്കാണ്, ചെറിയ കാറൊന്നുമല്ല. അപ്പോൾ ഈ ഒരു സാധനമായിട്ട് ആക്കി ഇനി കറങ്ങി തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം പോകാനുണ്ട്. ഒരുപാട് ദൂരം പോകണം. ഇനി അടുത്ത റൗണ്ട് ബോട്ട് വരണം, ഫ്ലൈ ഓവർ വരണം. അതൊക്കെ കഴിഞ്ഞ് യൂട്ടേണൊക്കെ എടുത്താൽ പോകാൻ പറ്റുള്ളൂ. ആ പാവം പിടിച്ചു എന്നെ കൊണ്ടുവന്നാക്കാണ്ടി വന്നതാണ്. നേരെ ബസ് സ്റ്റാൻഡ് വരെ ആക്കുമെന്ന് എന്നോട് പറഞ്ഞേക്കണം കേട്ടോ. ബസ് സ്റ്റോപ്പിൽ നിർത്താൻ പറഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചില്ല. നേരെ ബസ് സ്റ്റാൻഡ് വരെ ആക്കാമെന്ന് പുള്ളിയോട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അത് ദൈവം വിട്ടൊരാളാണ്. അപ്പോൾ അത് കാരണം ഇനി നാട്ടിലോട്ട് എന്തായാലും ജോബ് വാങ്ങിച്ചിട്ടേ ഞാൻ പോകും. ഞാനത് ഉറപ്പിച്ചാൽ നിൽക്കണേ. അപ്പോൾ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനി പഠിച്ചവനും കൂടി ഇങ്ങോട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഡീൽ ഉറപ്പിക്കുകയാണ് ഞങ്ങളിവിടെ. അവിടെ നിങ്ങളുടെ ലൈറ്റുകളുടെ റിഫ്ലക്ഷൻ കാരണം റോഡൊന്നും അത്ര എനിക്ക് ക്ലിയർ ആവുന്നുണ്ട്. ക്യാമറയുടെ അകത്ത് എന്താ അവസ്ഥ എന്നുള്ളത് ദൈവത്തിന് അറിയാം. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, സഹിക്കുക കേട്ടോ. അവിടെ സ്റ്റാർട്ടിങ് അല്ലേ ഇതിപ്പോൾ. ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് അങ്ങ് കയറി മിന്നിച്ചേക്കാന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ സംസാരിക്കാനും ഇതിനൊക്കെയായിട്ട് ഒരാളില്ല. അങ്ങനെ ബോറടിച്ചൊരു ലൈഫായപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കണ്ടതാണ്. നിങ്ങൾക്കും ഒരു യൂട്യൂബ് ചാനൽ സിമ്പിളായിട്ട് തുടങ്ങാം എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാനും കേൾക്കാനൊക്കെ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം. അപ്പോൾ തിരിച്ച് നിങ്ങളുടെ എന്തെങ്കിലും റിപ്ലൈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ കേൾക്കും. അപ്പോൾ എനിക്ക് കേൾക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ചാനലാണ്. നിങ്ങൾക്കായിട്ട് പറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, നിങ്ങൾക്കായിട്ട് പറ്റുന്ന ഒരു ചാനലാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാവരോടും ഈ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചാൽ ഈ യൂട്യൂബ് ചാനലിനൊന്നും ഒരു കുറവില്ലല്ലോ യൂട്യൂബിൽ. അതിൻ്റെ ഇടയിൽ കൂടി ഈ പുതിയതും കൂടി ആകുമ്പോൾ എല്ലാവരും അത് താങ്ങിന്ന് വരില്ല. അത് നിങ്ങളെക്കാൾ നന്നായിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ. എനിക്കതറിയാം. ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് കേസ് ഇതാണ് ഞാൻ എന്നെ കൊണ്ടുവന്ന് വിട്ടാൽ വണ്ടി. ദൈവദൂതൻ പോകുന്ന നോക്കി. ദൈവമേ അയാൾക്ക് നല്ലത് വരുത്തട്ടെ. ബസ് സ്റ്റോപ്പല്ല, ബസ് സ്റ്റാൻഡാണ്. ഇതാണ് മനാമ ബസ് സ്റ്റാൻഡ്. ആകെ അത്രേ ഉള്ളൂ ബസ് സ്റ്റാൻഡ്. മൊബൈലിൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം 10-20 ബസ്സുകളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ.
നമ്മുടെ നാട് പോലെ അങ്ങനെ ഏക്കർ കണക്കിനൊന്നും സ്ഥലമില്ല. ആകെ തന്നെ മനാമ എന്ന് പറഞ്ഞാൽ മനാമ എയർപോർട്ടിരിക്കുന്നത് കടൽ നികത്തിയിട്ടാണ്. എന്തായാലും ബസ് സ്റ്റാൻഡിൽ ഒന്ന് ശ്രദ്ധിക്കേ, ഞാൻ അടുത്ത വണ്ടി പിടിച്ച് വീട്ടിലോട്ട് പോകുന്ന പരിപാടി പോകുന്നു. എല്ലാവർക്കും ഈദ് മുബാറക്. ഓക്കെ, താങ്ക് യു.